ഇത് മാമ്പഴം. ഞാൻ ഇതുകൊണ്ടൊരു മുട്ടായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ഞാൻ മാമ്പഴം കാണിച്ചില്ലേ, അത് മാമ്പഴം കൊണ്ട് മുട്ടായിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ, ഒരു ക്യാൻഡി. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു പരീക്ഷണമാണ്, ശരിയാവുമോ എന്നറിയില്ല. ഇത് മാങ്ങ ഇതങ്ങനെ അതൊക്കെ ചെത്തി ഇതങ്ങനെ കഷ്ണമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗവും തോലും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിക്കുക. കേട്ടോ, ആ മാങ്ങ ഇങ്ങനെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടെ അയക്കാനുണ്ട്. ഇത് 1.5 ഗ്ലാസ് പഞ്ചസാര. മാങ്ങ നല്ല മധുരം ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് മതി. എൻ്റെ മാങ്ങ കുറച്ച് മധുരം കമ്മിയാണ്, അതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു 12 മാങ്ങ ഉണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെ തൂക്കം പറയാറില്ല, ഒരു 12 മാങ്ങ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ഇതിനിട്ടാൽ മതി. 1.5 ഗ്ലാസ് പഞ്ചസാര, 2 സ്പൂണ് കോൺഫ്ലവർ, അതും 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുക. ഈ കോൺഫ്ലവർ പഞ്ചസാരയിൽ ഇടുന്ന നല്ല തനി ഇട്ടാൽ കട്ട പിടിക്കും ചിലപ്പോൾ, അതുകൊണ്ട് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ അത് അതിലേക്ക് ഇട്ടുമ്പോൾ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുപ്പത്ത് വയ്ക്കാം. ഇതിനി നമ്മൾ ചക്ക വരട്ടില്ലേ, അതേമാതിരി നന്നായിട്ടൊന്ന് വരട്ടി കുറുക്കി എടുക്കണം. ഒരുപാട് ഇതാവണ്ട, നന്നായി തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ കാണിച്ചു തരാം. ഒന്ന് ചൂടാക്കിയ ശേഷം സിമ്മിലാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് തെറിച്ച് പുറത്തേക്ക് വരും. കുറുകി വരട്ടെ. ഇതിലിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ, ഇതിന് അടി പിടിക്കും. ചക്ക പഴം മിക്സിയിലിട്ടൊന്ന് തിരിച്ചത് നേരാക്കിയിട്ട് തോലും അതിൻ്റെ അടിഭാഗം കളഞ്ഞിട്ട്, പിന്നെ അതിൽ മധുരം എത്ര വേണോ അതിനാവശ്യമായ പഞ്ചസാര, 2 സ്പൂൺ കോൺഫ്ലവർ, 2 ഏലക്ക. ഒന്ന് ചൂടായിട്ട് ഇതായ ശേഷം കാണിച്ചു തരാം. ഈ പരുവുണ്ടോ തിളച്ചിട്ട് ഈ ചക്ക വരട്ടിയതുപോലെ ആവും. കുറച്ചുകൂടെ ആവണം. ഇങ്ങനെ 2 സൈഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് തടവിയിട്ട് ഇതൊക്കെയാണ് അത് ഒഴിക്കേണ്ടത്. കാണിച്ചു തരാം കേട്ടോ. ഇതായിട്ടോ, ഞാൻ റെഡിയായി. ഈ പ്ലേറ്റിൽ ഞാൻ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട് 2 അതിലേക്ക് ഒഴിക്കാൻ പോകുന്നു. നല്ലതായിരുന്നു. ഇത് 2 പ്ലേറ്റിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പരത്തിയിട്ട് ആ മാങ്ങ ഞാൻ ഇതാക്കിയതിനെ അതാ 2 പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് അതിനെങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി 2 ദിവസം വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങണം. അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെയിലത്ത് കൊണ്ട് വയ്ക്കട്ടെ. അത് മാങ്ങാ മുട്ടായി ഉണങ്ങിയിട്ടുണ്ട്. 2 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങി ഇങ്ങനെയായി. കുറച്ചുകൂടെ അടിഭാഗം ഒന്ന് ഉണങ്ങണം. അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ക്ഷമയൊന്നുമില്ല ആർക്കും. കുറച്ചുകൂടെ ഉണങ്ങിയാലേ അത് ശരിയാവുള്ളൂ.
ആ മാങ്ങാമുട്ടായി അടിഭാഗം കുറച്ചുകൂടെ ഉണങ്ങണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. കൊണ്ടുവന്നു ഒരു ഭാഗം ഉണങ്ങി, അടിഭാഗം ഇത്തിരി ഉണങ്ങി. ഇതേപോലെ അപ്പുറവും കൂടെ ആവണം. അപ്പോഴേക്കും ഇവിടെ കുട്ടികൾ അത് വേണം പറഞ്ഞപ്പോൾ എടുത്തതാണ്. ഇതാണ് എൻ്റെ മാങ്ങാമുട്ടായി, ഞാൻ ഉണ്ടാക്കിയ മാങ്ങാമുട്ടായി. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഈ മാങ്ങാമുട്ടായി നന്നായിട്ട് ഉണങ്ങിയിട്ട്, രണ്ട് ഭാഗം നന്നായി ഉണങ്ങിയ ശേഷം ഒപ്പം ശരിക്കും വരച്ച് ഇങ്ങനെയും ക്രോസായി വരച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നന്നായി ഉണങ്ങിയിട്ട് ശേഷം ആണെങ്കിൽ അത് കിടന്നിരിക്കും, ഇങ്ങനെ ഒരു ഒട്ടറമാതിരി ഉണ്ടാവില്ല കേട്ടോ. അതിവിടെ കുട്ടികൾ ധൃതി പിടിച്ചത് കൊണ്ടാണ് ഞാൻ വേഗം എടുത്തത്. അതുകൊണ്ടത് ശരിയായിട്ടില്ല, കട്ട് ചെയ്തതും ശരിയായിട്ടില്ല, ഉണങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയ ശേഷം നമുക്ക് ആവശ്യമെടുത്ത് ബാക്കി ഒരു ചെറിയ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒരാഴ്ചയൊക്കെ വെച്ച് കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും. ഇതല്ലാതെയും നമുക്ക് ഡപ്പയിലാക്കിയിട്ട് ചക്ക വരട്ടിയതുമാതിരി ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കാനും നന്നായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത് ഉണക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഒരു തുണി, നൈസായിട്ടുള്ള തുണിയോ ന്യൂസ് പേപ്പറോ ഇട്ട് മൂടിയിട്ട് വേണം കേട്ടോ വെയിലത്ത് വെക്കാൻ. ഇല്ലെങ്കിൽ വല്ല പക്ഷികളോ ഒക്കെ വന്ന് കൊത്തില്ലേ, പിന്നെ അതിൽ പൊടികളും പറക്കും. നമ്മൾ അങ്ങനെ കഴിക്കുന്നതില്ലേ കുട്ടികൾ, അതുകൊണ്ടാണ് അതിന് പറയുന്നത്. മേലെ ഒരു പേപ്പർ ഇട്ട് മൂടുക, ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നൈസ് തുണി ഉണ്ടെങ്കിൽ അതിട്ട് മൂടിയിട്ട് വെയിലത്ത് വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് കേട്ടോ വെച്ചത്, അത് ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഓക്കെ.